വന്യവൈദികരെ, ദുഃഖാർദ്ര കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, മരണം ജനിച്ചു കഴിയുന്നവർക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്. എന്നാൽ എപ്പോൾ സംഭവിക്കുന്ന ആർക്കും നിശ്ചയിക്കാനൊക്കാത്തൊരു കാര്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥ കൂടിയാണ്. പ്രത്യേകിച്ച് കുടുംബത്തെ സംബന്ധിച്ചോണം കഴിഞ്ഞ 25 വർഷമായ പരിചയമാണ് എനിക്ക്. നേരിട്ട് ഇവരെ ആരെയും അറിയില്ല. ഒരാളെ മാത്രമേ എനിക്ക് നേരിട്ട് കൂടുതൽ പരിചയമുള്ളൂ. കുടുംബത്തെ വൈഫിനെ അറിയാം, സ്കറിയായി. ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയാമെന്ന് നമ്മൾ അതിനകത്ത് കൂടി നമ്മളെ ഓർപ്പിക്കുന്നു. തീർച്ചയായിട്ടും ആ മകന് ഒരു പുരോഹിതൻ്റെയും ഒരു ടീച്ചറിൻ്റെയും മകൻ എങ്ങനെ ആയിരിക്കണമെന്ന് എപ്പോഴും വിളിച്ചറിയിച്ചുകൊണ്ട് എപ്പോഴും മുഖത്ത് ആ ശോഭയോടുകൂടി ജീവിക്കുകയും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാനൊരു സഹോദരനെ പോലെ സ്നേഹിക്കുകയും അതുപോലെ ആദരിക്കുകയും ചെയ്യുന്നു. അതൊരു പുള്ളിയൊരു ശങ്കരത്തിലച്ചൻ പറഞ്ഞു ടീച്ചർമാരുടെ കുടുംബമാണെന്ന്. അതല്ല, ഒരു ബിസിനസ്സുകാരനും കൂടെ കുടുംബം കൂടെയാണ്. ഞാൻ ചേർക്കുകയാണ്. കാരണം എന്നാൽ സാധാരണ ഒരു ബിസിനസ്സുകാരനല്ല. ദൈവികമായി ഞാൻ മുമ്പ് ഓർപ്പിച്ച ഒരു ടീച്ചറിൻ്റെയും ഒരച്ഛനും അഭിമാനത്തോടു കൂടി ബിസിനസ് ചെയ്യുന്ന ഒരു മകനാണ് സ്കറിയ. എൻ്റെ മെട്രോ സ്കാൻസാണ് എൻ്റെ പ്രസ്ഥാനം. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഡയഗ്നോസിസ് സെൻ്ററാണ്. ഇതിൻ്റെ വളർച്ചയ്ക്ക് എന്നെ ഒരുപാട് സഹായിക്കുകയും എനിക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടുകളും എപ്പോഴും ചെയ്യുന്ന ഒരു വലിയ സഹോദരനാണ് എൻ്റെ സ്കറിയ. നമ്മൾ ഒരു ബിസിനസ്സുകാരൻ പലപ്പോഴും പല രീതിയിൽ പല ഡൈവേർഷൻസ് കാരണം അവൻ്റെ വാക്കിലും അവൻ്റെ സംസാരത്തിലൊക്കെ അവൻ്റെ പ്രവർത്തനത്തിലൊക്കെ മാറ്റം വരുത്തിയേ ഇപ്പോഴത്തെ കാലത്ത് പോകാൻ പറ്റുള്ളൂ. എന്നാൽ ഒരു പറയുന്ന വാക്കിലും പ്രവർത്തിക്കുന്നതിലും ഒരു പുള്ളിയില്ലാതെ വളരെ ശ്രദ്ധയോടും അച്ചടക്കത്തോടും ആ ഒരു ബഹുമാനം എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉടനെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം റെഡിയാണ്. ഇതൊക്കെ ഒരുപാട് ഒരു മിഷനുമായിട്ടുള്ള ബന്ധമാണ് പുള്ളിയെ മിഷൻ ചെയ്യുന്നത്. ചിലപ്പോൾ അത് കേടാകും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതിനേക്കാളുപരി ഇതിൻ്റെ ഞങ്ങൾ ഒരുപാട് അറിയാമല്ലോ, മെഡിക്കൽ മിഷനറിയൊക്കെ ഒരുപാട് വില കൂടിയ സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും വില പറയേണ്ട ആവശ്യമില്ല. അതെനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം സാധാരണ 1 കോടി രൂപയുടെ മെഷീന് 1.5 കോടി അവർ ചോദിക്കും. 1.5 കോടി കൂടി തരാറില്ല. പക്ഷേ എന്നാലും ചെറിയൊരു ലാഭത്തിൽ അദ്ദേഹം ബാർഗെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോൾ വന്ന് എൻ്റെ റൂമിൽ വന്നാലും ഞാൻ കണ്ടില്ലെങ്കിൽ വിളിക്കും, എവിടെയാ കാണുന്നില്ലല്ലോ എന്ന്. വന്നു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ ബിസിനസ്സിൻ്റെ കാര്യം പറയും, അത് കഴിഞ്ഞ് സഭയുടെ കാര്യം പറയും, അത് കഴിഞ്ഞ് കുടുംബത്തെ കാര്യം പറയും. എനിക്ക് 2 സിസ്റ്റേഴ്സിനെ അറിയാം, ഒരു മിസ്റ്ററിൻ്റെ ഒരു മോനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കുടുംബത്തെ പറ്റി എനിക്ക് വളരെ പരിചിതമാണ് ഈ മകനിൽ കൂടി. അത് എന്നും ഈ മാതാവിനും ഈ പിതാവിനും അഭിമാനം തന്നെയാണ്. സ്വർഗത്തിൽ അവർ സന്തോഷിക്കുന്നു എന്ന അവസ്ഥയാണ് ഈ മകനെ പറ്റി. മറ്റുള്ളവർ നല്ലതെന്ന് പറയുന്ന ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ ഈ യുഗത്തിൽ വളരെ കുറവ് ആൾക്കാരാണ്. വളരെ അഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് സിസ്റ്റേഴ്സിനോടും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ് ഈ സഹോദരൻ. ഭാര്യയോടും എല്ലാവരോടും മക്കളോടും പറയുകയാണ്. അത്രമാത്രം ജെന്യൂനായ, അത്രമാത്രം ദൈവികത മുൻനിർത്തിയുള്ള ജീവിതം നയിക്കുക പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനാണ് സ്കറിയ. ഞാൻ ഓർത്തുപോയാണ് അമ്മച്ചിയെ പറ്റി. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പേ എന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. കിടപ്പാണ്, പ്രയാസങ്ങളാണ്, എന്നും ചോദിക്കും, വിവരങ്ങളൊക്കെ അന്വേഷിക്കും. പിന്നെ ഞാൻ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി ആയി കഴിഞ്ഞ 18 വർഷമായി. അന്ന് തൊട്ട് അച്ഛൻ്റെ അച്ഛനെ പറ്റിയും വളരെ പ്രാവശ്യം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ കുടുംബമായിട്ടുള്ള ബന്ധം വളരെ വലുതാണ്. എനിക്ക് ഒരു വെളിപാട് പുസ്തകത്തിൽ 21:4-5 പറയുന്നുണ്ട് മരിച്ചു കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയെപ്പറ്റി. അവനോട് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളി ഉണ്ടാകുകയില്ല. സ്നേഹത്തിൻ്റെ പടുങ്ങുതീരത്ത് കർത്താവിനോടൊത്ത് സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും തൻ്റെ കുടുംബത്തിന് വേണ്ടിയും എന്നും പ്രാർത്ഥിപ്പാൻ ഈ അമ്മച്ചി എത്തിയിരിക്കുന്നതിന് യാതൊരു സംശയമില്ല. ഈ കൊച്ചമ്മയ്ക്ക്, ഈ ടീച്ചറിന് എൻ്റെ ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസന മാനേജിംഗ് കമ്മിറ്റി എന്ന നിലയിലും എൻ്റെ പ്രസ്ഥാന മെട്രോ സ്കാനിൻ്റെ പേരിലും എല്ലാ ദുഃഖവും അനുശോചനം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ഞങ്ങളുടെ മാതാവിൻ്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് തിരുവനന്തപുരത്തു നിന്നും ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തുകയും നല്ല വചനങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത വന്യനായ ചെറിയാൻ സാറിനോടുള്ള സ്നേഹവും നന്ദിയും കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അറിയിക്കുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഒരുങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഒരു നാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. പറഞ്ഞറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യകേ മർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നത്തേക്ക് ചെറിയപ്പെടുമാറാകണമേ. ആമേൻ. മരണമുള്ളവരെ പാപമരണത്തിൽ നിന്ന് രക്ഷിപ്പാനായി ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായുള്ളവേ, അനീതിയുമായ ഈ ലോകത്തിൽ നിന്ന് നിന്റെ കരുണയുള്ള ശരണത്തിൽ വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആത്മാവിൽ പൂർണ്ണമായ ശ്വാസം ഈ ദാസിക്ക് നീ സൗജന്യമായി കൊടുക്കണമേ. നിന്റെ രാജ്യത്തിലെ വിരുന്നിൽ തോഴന്മാരോടുകൂടെ ഈ ദാസിയെ നീ ഇരുത്തണമേ. എന്നാൽ നീ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനുമാവുന്ന ഉത്തമനും മനുഷ്യനെ സ്നേഹിക്കുന്നതുമായ പിതാമുതനും പരിശുദ്ധ റൂഹായുമായ ഏകദൈവമേ നിനക്ക് എന്നേക്കും ബഹുമാനം കടപ്പെട്ടിരിക്കുന്നു. ആത്മാവേ ഹാലേലൂയ. ഓർക്കുക തൽ പ്രതിദാനങ്ങൾ നാശമൊഴിച്ചവനം ചെയ്യും. ഹാലേലൂയ. വേദനകൾ കേകും ശമനം. പാർക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുന്നോൻ എന്നിൽ അമർന്നിടും അവനിൽ താൻ ഞാനും അമർന്നിടും അവസാനം. ജീവൻ ഞാൻ അവനെ കീടുമെന്നോദിയ നിൻ മൊഴി നിറവേറ്റാൻ വിശ്വാസമിടും മൃതലോകം നിൻ വരവിൻ ദിവസത്തിനായി പാർക്കുന്നേൻ നാഥ നിൻ പ്രത്യാശയിൽ നിദ്രേതരാം നിന്നടിയാരെ കർത്താവേ കൃപയാൽ ജീവിപ്പിക്കണം. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പോഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതയും നിത്യവും നിനക്ക് സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യനായി തീരണമേ. നാശത്തോടെ വിതയ്ക്കപ്പെടുന്ന മരിച്ചവരെ നാശം കൂടാതെ ഉയർപ്പിക്കുകയും അപമാനത്താൽ വിതയ്ക്കപ്പെടുന്നവരെ മഹത്വത്തോടെ ജീവിപ്പിക്കുകയും സിതറിയിരിക്കുന്നവരെയും ബലഹീനനുമായുള്ളവരെ അസ്ഥികളെ ശക്തി ധരിപ്പിക്കുകയും ജഡികമായ ശരീരങ്ങൾക്ക് ആത്മീയാവസ്ഥ നൽകുകയും ചെയ്തവനായ ജ്ഞാനമുള്ള സൃഷ്ടാവും സ്ഥിരതയോടെ നവീകരിക്കുന്നതിനുമായ കർത്താവിനെ നാം ഓർത്തു മോത്തപ്പെടുത്തണം. തനിക്ക് ഈ ദാസിയുടെ സംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ക്രമം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാൾ നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബുക്കളൻ മരണമില്ലാത്തവനും എരിവില്ലാത്തവനുമായ ദൈവവും
മരണമുള്ളതും അഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിന് നാഥനും സൃഷ്ടാവും ശരീരങ്ങൾ ഇരിക്കുന്നവരും ശരീരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരുമായ സകലരുടെയും ദേഹികളും ആത്മാക്കളും തൻ്റെ കയ്യിൽ ഇരിക്കുന്നവനായ നീതിമാന്മാരുടെ ശരണവും പുണ്യവാന്മാരുടെ പ്രത്യാശയുമായുള്ളവേ, സകലരുടെയും സഹായത്തിന് രക്ഷയ്ക്കുമായി നിൻ മുൻകൂട്ടി സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസിലും അവിടെയുള്ള യാത്രയിലും എല്ലാവരും ഉചിതമായിരിക്കുന്നവരെ നീ നൽകുന്നു. നിന്റെ സംരക്ഷണം പരിശോധിക്കപ്പെടാതല്ലാത്ത ആഴത്തിന് പ്രകാരവും സകലത്തെയും കവിയുന്നതായ നിന്റെ മുന്നറിവിൽ ഈ ആയുസ്സിൽ നിന്ന് ഈ ആത്മാവിനെ നീ നീക്കിയിരിക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങളുടെ സമ്പത്തിന് പ്രകാരവും ആദരകരുണയിൻ പ്രകാരവും ഇതിനോടുകൂടി യാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടവുകളിൽ അതിനെ നേരിടുന്ന പ്രതികൂല എതിർപ്പുകളിൽ നിന്ന് അതിനെ വീണ്ടും ഉള്ളുന്നവരായ സമാധാന ദൂതന്മാർ മൂലം ഈ ദാസിയെ നീ കൈക്കൊള്ളണമേ. ഈ നിന്റെ ദാസിയെ മനസ്സോട് മനസ്സ് കൂടാതെയും അറിവോട് അറിവ് കൂടാതെയും ചെയ്തിട്ടുള്ള പാപങ്ങളെയും തിന്മകളെയും നീ പുണ്യമാക്കി നിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ബോധപ്രകാരം നീ ക്ഷമിച്ച് മായിച്ചു കളയണമേ. ഞങ്ങളെല്ലാവരും പൂഴിയാകുന്നുവെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീയിൽ നിന്ന് ജനിച്ചതിൽ നിന്ന് നിന്റെ മുമ്പാകെ കുറ്റമില്ലാത്തവനെ ആരുമില്ലെന്നും ഒരു നാഴിക പോലുമെങ്കിലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിപ്പാനും വസിപ്പാനും കഴിയുന്നില്ല നീ ഓർത്തുകൊള്ളണമേ. എന്നാലോ കർത്താവേ, ഹൃദയപൂർവ്വം നിന്റെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോടെ നിലവിളിക്കുന്നതിനാൽ കരുണയുള്ളവനെ പോലെ ഞങ്ങളെല്ലാവരുടെയും കരുണ ചെയ്യുന്നവനെ പോലെ നിന്റെ കൃപയും മനുഷ്യന്റെ സ്നേഹവും ഇവളുടെ പക്കൽ നീ കാണിക്കണമേ. പ്രകാശത്തിന്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേഴ്ത്തപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ ഊസ്ലേമേ സഭയിൽ സ്വർഗീയ ആശ്വാസ സ്ഥലങ്ങളിലും ഈ ദാസിയെ നീ വസിപ്പിക്കണമേ. നിർവ്യാജ്യമായ നിന്റെ വചനപ്രകാരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടി ആകാശമേങ്ങൾ നീ എഴുന്നള്ളി വരികയും നിന്റെ വിശുദ്ധ മാലാഖമാർ മൂലം ആകാശത്തെ 4 കോണുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന നിന്റെ ശബ്ദത കബറിൽ ഇരിക്കുന്നവർ എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപെട്ട് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയെ അനുഗ്രഹങ്ങളുടെ സ്മരണ നീ ഓർത്തുകൊള്ളണമേ. അവളുടെയും ഞങ്ങളുടെയും ലജ്ജാകരമായ പ്രവൃത്തികളെയും ഞങ്ങളുടെ നീന്യമായ കാര്യങ്ങളെ നാണത്തെയും നിന്റെ ഭയങ്കര സിംഹാസനം മുമ്പാകെ നിന്റെ കരുണ മൂടിക്കളയുമാറാകണമേ. കർത്താവേ, നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നീ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ വലത് ദീർഘൈകളാൽ ഞങ്ങളെ നീ മനഞ്ഞുണ്ടാക്കുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയതിനു ശേഷം നിന്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ തിരുശരീരക്തങ്ങളാൽ ഞങ്ങളെ സമ്മതിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അനുസരണമായി നീ ഞങ്ങളെ വിധിക്കുമ്പോൾ മനുഷ്യജാതം ചെയ്തിട്ടുള്ള ഞങ്ങൾക്കെല്ലാവർക്കും ദുരിതമാകുന്നു. ആകയാൽ ഉത്തമനെ ഇതേതോ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. കരുണയുള്ളവനെ മനസ്സിലയണമേ. നിന്റെ മുമ്പാകെ ഉണ്ടാകുന്ന സകല ലജ്ജയിൽ നിന്നും നാണത്തിൽ നിന്നും വരുവാനിരിക്കുന്ന നരകവേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു വീണ്ടും കൊള്ളണമേ. വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദുഃഖിതരെ ധൈര്യപ്പെടുത്തണമേ. പാപങ്ങളാലും തിന്മകളാലും മലിനപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാത്ത നല്ല അവസാനത്തിനും നിന്റെ വരവിൻ്റെ അവസാന നാളിൽ നിന്റെ മുമ്പാകെയുള്ള മുഖപ്രസന്ന യോഗ്യരാക്കണമേ. എന്നാൽ ദൈവമേ, നീ സകലരോടും കരുണ ചെയ്യുന്നവനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ ദൈവമാകുന്നു. നിനക്ക് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും യോഗ്യമാകുന്നു. ഓശോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്ക് മോചനം 2 ലോകങ്ങളും എന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. മക്കളിലെ പെൺകൃപ ഇതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. തുല്യം നരനുടെ നാളുകളഹോ ഹല്ലേലൂയ. പോക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ മാറക്കുമോ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ നിൻ ജീവസ്വരമതുണർത്തണമേ. കബറീനുദ്യാനത്തിനായി സ്തോമൻ കാലോസ് കുറിയേലായി സോൻ. ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവരുയിരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. പാറക്കുമോ. രക്തം പാനം ചെയ്വോൻ പാതാളത്തിൽ പോകാനായി വിടാഞ്ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങേറ്റു മരിച്ചതു ഞാൻ. എന്നും കർത്താവ് തന്നരുളിന് മഹത്വം മരമതിനുയരേ കർത്താവേ. കള്ളനു കിട്ടിയ നിന്റെ വരം
തൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടിടേണം. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലമാക്കണമേ. കർത്താവേ, നിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ച് നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളുടെ മരിച്ചുപോരെ നീ പുണ്യമാക്കണമേ. അബ്രാഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെയും മടിയിൽ അവരെ നീ വാർപ്പിക്കണമേ. വന്നവനും വരുന്നവനും മരിച്ചവരെ അനുകൂലമാക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് വിളിച്ചു പറയുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവാസവും നാം ഓരോരുത്തരും കൂടിയും പ്രത്യേകം നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയദാസയുടെ ആത്മാവോടുകൂടിയും ദുഃഖത്തിലും പ്രയാസത്തിലും വേദനയിലും കഴിയുന്ന എല്ലാ കുടുംബാംഗങ്ങളോടെയും നടക്കാനിരിക്കുന്ന എല്ലാ ശുശ്രൂഷയോടെയും ഇപ്പോഴെപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. 8 വർഷക്കാലത്തെ താൽക്കാലിക ജീവിതം അവസാനിച്ച ദൈവസന്നിധിയിലേക്ക് പ്രിയപ്പെട്ട ഈ മാതാവ് കടന്നു പോവുകയാണ്. ഈ മാതാവ് ആയിട്ടുള്ളൊരു ബന്ധത്തിൽ കൂടിയാണ് ഞാൻ വന്നത്. സൂസൻ ജേക്കബ് സാറ് മുണ്ടത്താനം സെൻറ്റ് ജോൺസ് പള്ളിയുടെ വകയിലെ കൃപാമന്ദിരത്തിൽ ചെറിയാൻ സാറിൻ്റെ സഹധർമ്മിണിയാണ്. ഇപ്പോൾ ഞാൻ ആ ഇടവകയിലാണ് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ബന്ധം കൂടി കൂടുതലായിട്ടുണ്ട്. മുമ്പ് ബഹുമാനപ്പെട്ട അച്ഛനുമായിട്ടും നല്ല പരിചയവും സുഹൃത്ത് ബന്ധവും ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ തരുണത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. ഇപ്പോൾ ഇടവകയ്ക്ക് വേണ്ടി കൈക്കാരൻ മൃതശരീരത്തിൽ ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ട് ഇടവകയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, താൽക്കാലികമായിട്ടുള്ള ജീവിതമാണ് നമുക്ക് ഏവർക്കും ഇവിടെ ഉള്ളത്. ഇതെല്ലാം ദൈവനിശ്ചയപ്രകാരവും ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരവും നിവർത്തിതമാകുന്നതായ സംഭവങ്ങളാണ്. നീ പൊടിയിലേക്ക് ചേരണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അത് മനുഷ്യൻ ലംഘനം ഉണ്ടായപ്പോൾ അവനെ എടുത്ത പൊടിയിലേക്ക് തിരിച്ചയക്കുവാനായിട്ട് ദൈവത്തിൻ്റെ നീതി പ്രാവർത്തികമാക്കി. ആ നീതിയിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയാൽ അവനെ വീണ്ടും ഉദ്ധരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയ പിന്നീട് നടത്തപ്പെടുന്നു. അത് പുത്രനിലൂടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. പുത്രനിലൂടെ അത് പൂർത്തീകരിക്കപ്പെടുന്നത് മരിച്ചു അടക്കപ്പെട്ട് 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് ആ ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് നമ്മളെ എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ് സഭാമക്കളെ. അതുകൊണ്ട് ഈ പൊടിയിലേക്കുള്ള അയക്കപ്പെടൽ ഒരു മരണം എന്ന് നമ്മളതിനെക്കുറിച്ച് പറയും, വേർപാട്. എന്നാൽ അതൊരു ദീർഘമായ നിദ്രയായിട്ടാണ് സഭ അതിനെ കാണുന്നത്. നിദ്ര, ഉറക്കമെന്നാണ് അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അത് കർത്താവ് യായിറോസിൻ്റെ ഭവനത്തിൽ പോകുമ്പോഴും ലാസറിൻ്റെ ഭവനത്തിൽ കല്ലറയ്ക്കൽ പോകുമ്പോഴൊക്കെ നിദ്ര കൊള്ളുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ നിദ്രയിൽ നിന്നുള്ള ഒരു ഉയർപ്പ് ഉണ്ട് ഈ നമുക്ക് ഏവർക്കും. ഇതെല്ലാം ദീർഘമായൊരു നിദ്രയിൽ ഈ ശരീരം പൊടിയായിത്തീരണം. അതിൽ നിന്ന് വീണ്ടും ദൈവത്തിൻ്റെ കൃപയാലാണ് പുനരുത്ഥാനം നിർവഹിക്കപ്പെടുന്നത്. ആ കൃപയാലാണ് ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, അങ്ങനെ പറഞ്ഞുകൊണ്ട് ജഡം ധരിച്ചുകൊണ്ട് ആ ജഡിക മനുഷ്യൻ ദൈവത്വവും മനുഷ്യത്വവും സമ്മേളിച്ചിരിക്കുന്ന ജഡിക ദൈവത്തിൻ്റെ പുത്രൻ ലോകത്തിൽ ജീവിച്ച് നയിൻ എന്ന പട്ടണത്തിൽ വെച്ച് വിധവയെ ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. യായിറോസിൻ്റെ ഭവനത്തിൽ വെച്ച് മകളെ ഉയർപ്പിക്കുന്നുണ്ട്. 4 ദിവസം കല്ലറയിലായിരുന്ന ചീഞ്ഞളയാൻ തുടങ്ങിയ ശരീരം ലാസറിൻ്റെ കല്ലറായി ചെന്ന് അവനെ ഉയർപ്പിക്കുന്നുണ്ട്. ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് കൊണ്ടുവരും. ഈ മഹത്വത്തിലേക്കാണ് നമ്മളെ എല്ലാവരും വിളിച്ചിരിക്കുന്നത്. ദൈവം നഷ്ടപ്പെടുത്തി കളയുകയല്ല, തൻ്റെ സൃഷ്ടിയെ പരിപൂർണമായിട്ട് നഷ്ടപ്പെടുത്തി കളയുകയല്ല. അതുകൊണ്ടാണ് സഭ ഇത്രമാത്രം ബഹുമാന ആദരവോടും ഭക്തിയോടുകൂടി അതിനെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളിലൂടെ പ്രത്യേകമായിട്ടുള്ള കല്ലറയെ ശുദ്ധീകരിച്ച് സംസ്കരിക്കുന്നതിനുള്ള ക്രമങ്ങൾ ചെയ്തിരിക്കുന്നത്. എവിടെയും കൊണ്ട് കളയുന്ന ഒരു രീതിയിലല്ല. ദൈവത്തിൻ്റെ തീരുമാനമാണ് പൊടി ജയിലേക്ക് ചേരണമെന്നുള്ളത്. വീണ്ടും നവീകരിക്കപ്പെടുമെന്നുള്ളതും ആ ദൈവത്തിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കാൻ മരിച്ചാലും ജീവിക്കുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന ജീവിതം ഇനി ഈ ദാസിക്ക് ഉണ്ട്. അത് പുനരുത്ഥാനത്തിൻ്റെ നാളിൽ അന്ത്യകാഹളം ഓതുമ്പോൾ സകല വാങ്ങിപ്പോയവരും ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയുണ്ട് ഇനിയും. അതിലേക്കാണ് നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കപ്പെടുന്ന നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഈ താൽക്കാലിക ജീവിതമാണ്. ഇതൊരു തീർന്നുപോക്കല്ല. താൽക്കാലിക ജീവിതത്തിൽ നിന്ന് നിത്യതയിലേക്കുള്ളൊരു വേർപെടലാണ്. യാത്രയയപ്പ് സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. വാങ്ങിപ്പോയിരിക്കുന്ന ആ പ്രിയപ്പെട്ട ദാസിക്ക് സ്വർഗീയ ഭവനങ്ങളിൽ ആശ്വാസം ലഭിക്കുവാൻ തക്കവണ്ണവും ദൈവത്തിൻ്റെ മാലാഖമാരുടെ സംരക്ഷണം ഉണ്ടാകുവാൻ തക്കവണ്ണമുള്ള ഒരു യാത്രയയപ്പ് നടത്തുകയാണ്.
ആ യാത്രയയപ്പ്. നമ്മൾ പലർക്കും പല സ്ഥലത്തു നിന്ന് മാറിപ്പോകുമ്പോൾ യാത്രയയപ്പ് നടത്തും. അതുപോലെ ഒരു യാത്രയയപ്പാണ് ഇതൊരു. അതിൻ്റേതായ ദുഃഖം നമുക്കുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ പ്രാർത്ഥനയുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ അത് മാറി പ്രത്യാശയുടെ അനുഭവത്തിൽ നമുക്ക് ധൈര്യപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഇതെല്ലാം കർത്താവ് തന്നെ അരുളി ചെയ്തതും ഈ മുമ്പേ പറഞ്ഞ ഉയർപ്പിൻ്റെ മഹത്വം കാണിച്ചതുമെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നതായ ആ ദൈവിക പദ്ധതിയുടെ കൃപാവ്യാപാരത്തിലൂടെ നടക്കുന്ന ആ പദ്ധതിയുടെ എല്ലാം ആവിഷ്കരണമാണ് ആ കണ്ടതൊക്കെയും. നമുക്ക് വെറുതെ തള്ളിക്കളയുവാനോ നമ്മുടെ ബാലിശമായ ചിന്തയിലൂടെ അതിനെ വ്യാഖ്യാനിക്കാനോ പറ്റുന്നതല്ല. അതിനപ്പുറത്ത് നിൽക്കുന്ന വലിയ ദൈവികമായിട്ടുള്ള കൃപയുടെ വ്യാപാരത്തിൻ്റെ അർത്ഥതലത്തിലാണ്. ഈ അർത്ഥതലത്തിലേക്ക് നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്. അതിൻ്റെ അനുഭവത്തിൽ കൂടി നമ്മുടെ ജീവിതത്തെ നമുക്ക് എപ്പോഴും പുനഃക്രമീകരണം നടത്തിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക. ഈ ലോകത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കുന്നു. ജീവിതശൈലിയിൽ മാറ്റം വരുന്നു. അതുപോലെ തന്നെ ആശയങ്ങളിൽ, അതുപോലെ തന്നെ മറ്റു തത്വങ്ങളിലൊക്കെ ഈ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിൽ നമുക്കെപ്പോഴും ആ മാറ്റത്തെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് നമ്മളിൽ പ്രമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ആ കൃപാവ്യാപാരത്തിൻ്റെ അർത്ഥതലത്തെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് ബലപ്പെട്ടു പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കണം. അപ്രകാരം ഈ പ്രിയപ്പെട്ട ദാസി ഒരു പൗരോഹിത്യ ശുശ്രൂഷയുടെ പങ്കാളിയാണ്. ബഹുമാനപ്പെട്ട KS ജേക്കബ് അച്ഛനോടുകൂടി പൗരോഹിത്യ ശുശ്രൂഷയുടെ പങ്കാളിത്തം നിർവഹിച്ച് അച്ഛനുമായിട്ടുള്ള ആ ഒരു ജീവിതത്തിൽ തനിക്ക് ലഭിച്ച എല്ലാ ദൈവിക മർമ്മങ്ങളും അനുഗ്രഹങ്ങളും കൃപകളും വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാനും, അതുപോലെ തന്നെ ഒരു അധ്യാപിക എന്ന നിലയിൽ സ്കൂളിൻ്റെ പ്രഥമ അധ്യാപിക എന്ന നിലയിലും അനേകം വിദ്യാർത്ഥികൾക്ക് ദൈവകൃപയിൽ നിന്നുകൊണ്ട് ജ്ഞാനം പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ചുമതലകൾ കൊടുത്തിരുന്നു. ഇതെല്ലാം കാര്യവിചാരകത്വത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്നത്. അത് പണം കൊണ്ട് മാത്രം ചെയ്യുന്നതല്ല. നമ്മുടെ അധ്വാനം കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ എല്ലാം ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങൾ കൊണ്ട് കാര്യവിചാരകത്വം നിർവഹിച്ച് സമൂഹത്തെ സംരക്ഷിക്കുക, സമൂഹത്തെ വളർത്തിയെടുക്കുക, ഇതൊക്കെയുമുള്ള ചുമതലകൾ നമുക്കുണ്ട്. അങ്ങനെ പൗരോഹിത്യ ഗണത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽ അധ്വാനിക്കുവാനും ജീവിക്കുവാനും പ്രിയപ്പെട്ട ദാസിക്ക് ഭാഗ്യം ദൈവം തമ്പുരാൻ നൽകി. പ്രിയപ്പെട്ട മക്കളെയൊക്കെയും അവരുടെ മക്കളെയും ഓരോരോ നല്ല നിലയിൽ കണ്ടെത്തുവാൻ തക്കവണ്ണം ഉള്ള അവസരം കൊടുത്തു. അതെല്ലാം ഇവരുടെ ഭാഗ്യകരമായ ജീവിതത്തിൻ്റെ, മാതൃകായോഗ്യമായ ജീവിതത്തിൻ്റെ ആ ഒരു വലിയ പ്രതിഫലനമാണ് കാണുന്നത്. അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ തക്കവണ്ണ ചുമതലയാണ് ഇനിയും ബാക്കി ഇവിടെയുള്ളവർക്ക് ഉള്ളതെന്നുള്ള കാര്യം നാം ഓർക്കണം. അതുകൊണ്ട് ഇതൊരു വലിയ ദുഃഖത്തിൻ്റേതായ അനുഭവമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറപ്പെടുന്നതായ കാര്യാദികളാണ് ഈ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മരണം മുഖേന ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് പൊടിയായതിലേക്ക് തീരുന്നു. വെറും പൊടിയായിട്ട് ചുമ്മാ കളയാനായിട്ടുള്ളതല്ല, അതിന് പുനരുത്ഥാനം ഉണ്ടെന്ന് കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. ആ കാണിച്ചു തന്നത് അനേക പേരെ മരണത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് കാണിച്ചു തന്നിരിക്കുന്നത്. അവസാനം താൻ തന്നെ മരണത്തിന് വിധേയനായി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതായ ആ ഒരു അനുഭവമുണ്ട്. ആ മഹത്വ പ്രവേശത്തിൻ്റെ ഭാഗമായിട്ട് കർത്താവ് 40 നാൾ ഈ ഭൂമിയിലായിരുന്നു, സ്വർഗാരോഹണം ചെയ്തു. അതിനു മുമ്പ് തന്നെ താബോർ മലയിൽ വെച്ച് മഹത്വത്തിൻ്റെ ആ ഒരു വലിയ അനുഭവം കാണിച്ചു തന്നു. ജീവനോടിരിക്കുന്നവരും മരിച്ചവരും സംസർഗത്തിലാണ്, ദൈവസംസർഗത്തിലാണ് എന്നുള്ളത് ഒരു വെളിപ്പെടൽ അവിടെ നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് വിഷയങ്ങൾ സംസാരിക്കേണ്ടതായിട്ടില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. തൻ്റേതായ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് ഞാനത് പറയുമ്പോൾ എല്ലാവരും പുരോഹിത വർഗമാണ്. ഒരു പ്രത്യേകിച്ച് കർമാനുഷ്ഠാനിയായ പുരോഹിതൻ്റെ കൂടെ ജീവിച്ച് ആ പൗരോഹിത്യ കർമ്മത്തിൻ്റെയും പൂർത്തീകരണം നിർവഹിച്ച ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നു. ദൈവമാശ്വാസത്തിൻ്റെ ഭവനിൽ വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും, അതുപോലെ തന്നെ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ പ്രത്യാശയിൽ ധൈര്യപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട മാതാവിന് അനുയോജ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് പൂർത്തീകരിച്ച് അനുഗ്രഹീതരാകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ നിലയിലും മുണ്ടത്താനം സെൻറ്റ് ജോൺസ് പള്ളിയുടെ ഇതുമായ യാത്രാമംഗളങ്ങൾ പ്രിയപ്പെട്ട മാതാവിന് നേരുകയും ചെയ്തുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഒരു ഭാഗം നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ഭഗവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് ശിഷ്ടാവേ നിനക്ക് സ്തുതി. ഭാവികളായ നിന്റെ അടിയാരോട് കരുണയുന്ന മെശിഹാ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോ. ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃശ്യം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടങ്ങളെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും നിനക്കുള്ളതാകുന്നു. ആമേൻ. വാഴ്ത്തപ്പെട്ടവനാവുന്നു. യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യകേ മർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. അങ്ങയിലഭയം പ്രാപിച്ചുകൊണ്ട് കത്തുകൾ പ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ആത്മാവിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ക്രൂരന്മാരായ അശുദ്ധ പിശാചുകളെ പിടിയിൽ നിന്നും അന്തരീക്ഷത്തിലെ അദൃശ്യ ശത്രുക്കളുടെ വഞ്ചക സമൂഹത്തിൽ സംരക്ഷിക്കപ്പെട്ട് ജീവനുള്ള വാസസ്ഥലങ്ങളിൽ ചെന്നെത്തുവാൻ തക്കവണ്ണം ഈ ആത്മാവിനെ നീ കാത്തുകൊള്ളണമേ. പുത്രപുത്ര പരിശുദ്ധാത്മാവായുള്ളവേ, ഈ ആത്മാവ് നിന്റെ വിശുദ്ധന്മാരുടെ പഠനത്തിൽ ദിവസിക്കുകയും വെടിപ്പുള്ള സ്ഥലത്ത് എന്നേക്കും പാർക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബക്കൂലസുബാൻവൽമീ. ആമേൻ. ഹല്ലേലൂയ. ഓർക്കുകതൽ പ്രതിദാനങ്ങൾ നാശമൊഴിച്ചവനം ചെയ്യും. ഹാലേലൂയ. വേദനകൾ കേകും ശമനം. പാർക്കുമോ. മനവോലം മാതാമുൽവോലം വൽമീനാമീൻ. ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുന്നോൻ എന്നിൽ അമർന്നിടും. അവനിൽ താൻ ഞാനും അമർന്നിടും അവസാനോ. ജീവൻ ഞാനവനെ കിടുമെൻ ഓതിയ നിൻമൊഴി നിറവേറ്റാൻ വിശ്വാസമിടും മൃതലോകം നിൻവരവിൻ ദിവസത്തിനായി. പാർക്കുന്നേ നാഥാ നിൻ പ്രത്യാശയിൽ നിദ്രരാം നിന്നടിയാരെ കർത്താവേ കൃപയാ ജീവിപ്പിക്കണം. സ്തോമൻ കാലോസ്. എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാപവും പുകഴ്ചയും അനുഭവാത്ത നല്ല ഉന്നതിയുമില്ലായ്പ്പോഴും ഇടപെടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. സ്വന്തം രൂപത്തിൽ നമ്മെ രൂപപ്പെടുത്തിയ ഉത്തമനും സ്വന്തം ഛായയും നമ്മെ നിർമ്മിച്ച സൃഷ്ടാവും മണ്ണുകൊണ്ട് നമ്മെ മനഞ്ഞുണ്ടാക്കുകയും തൻ്റെ നീതിയാരത്തിലേക്ക് തന്നെ നമ്മെ തിരിച്ചയക്കുകയും കൃപയോടെ അതിൽ നിന്ന് വീണ്ടും ഉദ്ധരിക്കുകയും ചെയ്യുന്ന നിർമ്മിതാവുമായിരിക്കുന്ന കർത്താവിൻ സ്തുതി. അവിടുത്തെ ദാസിയുടെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാവുന്നു. മരിച്ചവരെ പുനരുദ്ധാനം ചെയ്യിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ജീവനുള്ളവരുടെയും മരിച്ചുപോയവരുടെയും ന്യായാധിപനും സകല ആത്മാക്കളുടെയും ജഡങ്ങളുടെയും ദൈവവും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിലേക്ക് ഇറക്കുകയും ഇവിടുന്ന് കയറ്റുകയും ചെയ്യുന്നവനും മനുഷ്യൻ്റെ ആവിഷ്കാരത്തിന് പരിമിതി നിർണ്ണയിക്കുകയും മരണമുഖേന അതിനെ മായ്ച്ചു കളയുകയും അക്ഷയവും മനുഷ്യരുമായ ജീവിതത്തിനായി വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നതിനുമായ കർത്താവേയും സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും കൂടി ഈ ലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന വിശ്വാസിയായി ദാസിയുടെ ആത്മാവിന് നീ വിമോചകനും പാപപരിഹാരകരമായിരിക്കണമേ. ഇവിടെ ആവിഷ്കാരത്തിൽ ചെയ്തിട്ടുള്ള സകല പാപങ്ങളും തെറ്റുകളും മ്ലേച്ഛതകളും അനുഗ്രഹസമ്പൂർണ്ണമായ കരുണാസമുദ്രത്തിൽ കഴുകി വെടിപ്പാക്കപ്പെടണമേ. ജീവദായകമായ നിന്റെ ദൈവത്തിൻ്റെ കൽപ്പനയാലും അങ്ങിതാലും ദാസിയെ നാശത്തിൽ നിന്നും നശ്വരത്തിൽ നിന്നും ഉദ്ധരിക്കണമേ. മഹനീയമായ നിന്റെ ശ്രേഷ്ഠൻ കൽപ്പനയാൽ ദേഹിയും ആത്മാവിനെയും വിശദീകരിക്കണമേ. ദാസിക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളാലും അപേക്ഷകളാലും പാപപരിഹാരം നൽകണമേ. കരച്ചിലോ വിലാപമോ ഇല്ലാത്ത സന്തോഷവില്ലാസങ്ങളുടെ സ്ഥലത്ത് ആശ്വസിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളും വിശ്വാസികളായ സകല വാങ്ങിപ്പോരുന്നതിൻ്റെ പുറത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് പിതൃപുത്രവശുദ്ധാത്മാവായ നിനക്ക് സ്തുതി സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വകുകൂലസുബാലവൽമീൻ. ദൈവത്തിൻ്റെ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും
രണ്ട് ലോകങ്ങളിൽ നിന്ന് വന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ആമീൻ. ലിഖിതം പോലവസാനതിനെ പാരും പാനും മായുമ്പോൾ താരം സകലം വീഴുമ്പോൾ ജ്യോതിർനികരം നീങ്ങുമ്പോൾ നദാ സ്വാധികളോ തന്നെ കാത്തിടണം വാഴ്ത്തും ഞാൻ നിന്നെ. മൃതലോകത്തിൽ ലാസറിനും യായി റോസിൻ പുത്രിക്കും വിധവാനന്ദനും ജീവൻ ദാനം ചെയ്തൊരു ശബ്ദം തന്നെ പുനരുത്ഥാനത്തിൽ മണ്ണിൽ നിന്നും ജീവിപ്പിക്കട്ടെ. ചെയ്തൊരു ധാർമ്മികതൻ പ്രാർത്ഥനയാലെ ജീവിത ലക്ഷ്യ വിശ്രാമം നേടി. അന്ത്യേ സർവേശ നിന്നുടെ കരുണ ഭാജനമായി നിന്തിരു ആമോ സ്തുതി ചെയ്യണമിവൾ. ഗാത്രം ഭക്ഷിച്ചുയിരലും രുതിരം പാനം ചെയ്തോനെ ഞാൻ വെടിയാശിയോളിൽ. എന്നാൽ അവനെന്നും ജീവിപ്പാൻ ഞാൻ മൃതനായ ഈശൻ ചൊന്നോ രാവചനം സ്തുത്യം. ഹോമോ നേഹസേലാനിദൈ നീതിവിദേശനോടാത്മാവേവം യാചിച്ചോതിടുന്നതു ഞാൻ കേട്ടേനല്ലോ. പ്രതിനാദാങ്ങേ കാർപ്പിക്കും ബലികളിലെന്നെ രോധിക്കല്ലേ. പാപികളെന്നും ശിഷ്ടന്മാരെ വേറാക്കിടാനി റേന്മാർ വന്നിടുമ്പോൾ പുണ്യത്തിൻ ചിറകേൻ കീഴിൽ നാദാ ചേർത്തിവളെ കാക്കുക നരകത്തിന്നു. ഇവളെ വിധിച്ചിടരുതേ നാഥ, ജീവിപ്പവരിനവൻ വിമലൻ തിരുമുൻപാകെ. നിന്നോഹരിയാഗ്നി ഇരയായി നൽകിയിടല്ലേ. മൊറിയോറാഹിൻ മേലൈരോവതാറൈ ആദ്രയാൽ നാദാദേവാദിക്കണമേ പുണ്യം നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായി ഇവളെ ധർമ്മിഷ്ഠന്മാരോ തൻപാൽ നീ പാർപ്പിക്കേണം. ദോഷത്തെ ഓർത്തിടാതെ വീഴ്ചകളെ മായിക്കേണം. പ്രാർത്ഥന കേട്ടിവളെ പുണ്യം ചെയ്തോരോടൊന്നാക്കേണം. ആ നിരയിൽ സ്തോത്രം നാദ പാടിയിടട്ടിവൾ നിൻപേർക്കായി. മൃതരം ജീവിക്കുന്നോരും വാഴ്ത്തിടും നിന്നെ എന്നും. ആർദ്രതയാൽ നാഥദേവ ദാസിക്കേണമേ പുണ്യം. നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായി ഇവളെ. ദൈവതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുടെ നാളുകളോ ഹല്ലേലൂയ. പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. മനോലം വാദാമുൽമൂലം മുൽമീനാമീൻ. മരണമടഞ്ഞൊരു ദാസിയെ നിൻ ജീവാസുരം അതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി സ്തോമൻ കാലസ് കുറിയേലായി നിന്നധികാരം താനേങ്ങും. ശ്രീമായാൽ ജീവിതരേക്കാൽ അൻപാൽ
നിത്യമൃതർക്കേക പാർക്കുമോ. സ്തോത്രം മൃതജീവ പ്രദനെ കബറി നേറ്റിടുന്നോനെ നിൻ പ്രേക്ഷകദാതരമാമലൻ റൂഹായ്ക്കും ഹല്ലേലൂയ മറിയോറാഹൻ മേലൈനോവദാറേ. പുനരുദ്ധാനത്തിൽ നിന്നുടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണോ. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവേനു കാത്തിടും ഇവളിൽ കനിയേണമേ. ബറാത്തിന്റെയും ഇസഹാക്കുടയും യാക്കോബിനുടയും മടിയിൽ പാർക്കണമേ. വന്നവനും വരുവോനും വ്രത തന്നുയിരും സ്തുതനെന്നു ശരീരാത്മാക്കൾ പാടണമേ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മളവരോടുകൂടി വിശിഷ്യാകർത്തനാൽ വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസിയുടെ ആത്മാവോടും ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടുകൂടിയും വാങ്ങിപ്പോയിരിക്കുന്ന ആചാര്യശ്രേഷ്ഠൻ്റെ ആത്മാവോടുകൂടിയും ദൂരെയും ചാരയുമാർക്ക് എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല വാങ്ങിപ്പെട്ട ആത്മാക്കളോട് എന്നാളും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ കോട്ടയം ഭദ്രാസനത്തിലെ സീനിയർ വൈദിക ശ്രേഷ്ഠനായ ആദരണീയനായ PM മാണി പന്തനാൽ അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള സെൻറ്റ് മേരീസ് UP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പ്രിയപ്പെട്ട ടീച്ചറിൻ്റെ മൃതശരീരം കാണുവാനായിട്ട് ഈ ഭവനത്തിലേക്ക് കടന്നു വരുന്ന സന്ദർഭമാണ്. അപ്പോൾ അതിനുള്ള അവസരം എല്ലാവർക്കും ഒരുക്കി കൊടുക്കണമെന്ന് അറിയിക്കും. ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയായി. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയായി. സെൻറ്റ് മേരീസ് UP സ്കൂളിലെ അധ്യാപകരും കുഞ്ഞുങ്ങളും പ്രധാന അധ്യാപിക ബഹുമാനപ്പെട്ട മറിയാം എബ്രഹാം ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആദരസൂചകമായി ഇപ്പോൾ മൃതശരീരത്തിൽ റീത്ത് സമർപ്പിക്കുകയാണ്. അതുപോലെ കോട്ടയം ഭദ്രാസനത്തിലെ നിലയ്ക്കൽ പള്ളിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട അനീഷ് തൈക്കടവിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും മൃതശരീരത്തിൽ പുഷ്പചക്രം സമർപ്പിക്കുകയും ചെയ്തു. അവരോടുള്ള ആ ദേവാലയത്തോടും മാനേജിംഗ് കമ്മിറ്റിയോടുമുള്ള നന്ദി പ്രകാശിപ്പിക്കും.
ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമെന്നും കൂട്ടാളിയായി സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമെന്നും കൂട്ടാളിയായി ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം അന്ധകാരം ഭൂമി വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അന്ധകാരം ഭൂമി വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദായേലിൻ ദൈവമെന്നും കൂട്ടാളിയാണേ അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദായേലിൻ ദൈവമെന്നും കൂട്ടാളിയാണേ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനം രാജാവൻ കൂട്ടാളിയാണേ ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനം രാജാവൻ കൂട്ടാളിയാണേ എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി എന്നോ നീ വന്നിടും എപ്പോൾ നീ വന്നിടും എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനേ എന്നോ നീ വന്നിടും
ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാം നീ കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ നഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. മീനടം സെൻറ് മേരീസ് UP സ്കൂളിലെ പ്രധാന അധ്യാപകരും കുട്ടികളും ബഹുമാനപ്പെട്ട ടീച്ചറിൻ്റെ മൃതശരീരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇപ്പോൾ അനുസ്മരണ വാക്കുകൾ പറയുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട മറിയാമ്മ എബ്രഹാം ടീച്ചർ സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയരെ, നമുക്കെല്ലാം അറിവുള്ളതുപോലെ ടീച്ചർ ഈ ലോകമാകുന്ന പരദേശവാസത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ആയിരിക്കുകയാണ്. 1964 മുതൽ 1991 വരെ സ്കൂൾ സ്ഥാപിച്ചത് മുതൽ ഈ 91 വരെയുള്ള വർഷക്കാലം സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക പദവി അലങ്കരിച്ചു. ഒരു സ്കൂൾ സ്ഥാപിക്കുമ്പോൾ അതിനെ തുടർന്നുള്ള അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ വലിയ കഷ്ടതകളും ബുദ്ധിമുട്ടുകളുമാണ് അത് നടത്തിക്കൊണ്ടു പോകുവാനായിട്ട്. എന്നാൽ അതൊക്കെയും തരണം ചെയ്ത് ഏറ്റവും ഭംഗിയായി സ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് ടീച്ചറിനെ സാധിച്ചു. ടീച്ചറിൻ്റെ റിട്ടയർമെൻറ്റ് കാലത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞാണ് ഞാൻ സ്കൂളിൽ എത്തിയത്. എന്നിരുന്നാലും ടീച്ചർ സ്കൂളിനു വേണ്ടി ചെയ്ത സേവനങ്ങൾ, സ്കൂളിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്തു തീർക്കുന്ന വ്യക്തിത്വമായിരുന്നു എന്ന് നമുക്ക് സ്കൂളിലെ രജിസ്റ്ററുകൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. പലപ്പോഴും ആദിമ കാലഘട്ടത്തിലെ രജിസ്റ്ററുകളൊന്നും എല്ലാ സ്കൂളുകളിലും കാണാറില്ല. മറ്റുള്ള രേഖകൾ, സ്കൂളിൽ പഠിച്ചവർ രേഖകൾ ആവശ്യപ്പെട്ടു വരുമ്പോൾ ആ രജിസ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ അത് കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റു സ്കൂളുകൾ, ഇവിടെ നിന്ന് പഠിച്ച് മറ്റു സ്കൂളുകളിൽ പോയിട്ട് പഠിച്ചുവെങ്കിലും അവിടെ ചെല്ലുമ്പോൾ രേഖകൾ കിട്ടാതെ നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന ധാരാളം വ്യക്തികളുണ്ട്. നമ്മുടെ സ്കൂൾ സ്ഥാപിച്ചത് മുതൽ ഇന്നു വരെയുള്ള രേഖകൾ അതിലുണ്ട്. അത് ടീച്ചർ കാണിച്ചു തന്ന മാർഗദർശകമാണ്. ആ മാർഗദർശകത്തെ തുടർന്ന് മുന്നോട്ട് പ്രവർത്തിച്ചവരെല്ലാം അതിനനുസരണമായി പ്രവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കുട്ടികളെ അനുസരണത്തിലും അച്ചടക്കത്തിലും വളർത്തുന്നതിൽ അല്ലെങ്കിൽ നയിക്കുന്നതിൽ ടീച്ചർ ചെറിയ ശിക്ഷകൾ നൽകിയിരുന്നുവെങ്കിലും അവരെ മനസ്സിലാക്കി അന്നത്തെ കാലഘട്ടത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ അവർക്ക് വേണ്ട കൈത്താങ്ങലുകളും സഹായങ്ങളും നൽകി മുന്നോട്ട് അവരെ പഠിക്കുന്നതിനും ഒക്കെയും പ്രേരിപ്പിച്ചിരുന്നു. ആ പ്രേരണ കണ്ടു വളർന്ന മക്കളെല്ലാവരും, പ്രത്യേകിച്ച് സ്കൂളിൻ്റെ മാനേജറായി സേവനമനുഷ്ഠിക്കുന്ന സ്കറിയ സാറും സ്കൂളിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കുന്നു. അതുപോലെ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷവും റീച്ച ടീച്ചറും സൂസൻ ടീച്ചറും സ്കൂളിന് വേണ്ട എല്ലാ പിന്തുണയും, അതുപോലെ എന്താവശ്യങ്ങൾക്ക് വേണ്ടി ടീച്ചറിനെ വിളിക്കുമ്പോൾ അത് വേണ്ട സഹായങ്ങളൊക്കെയും നൽകി മുന്നോട്ട് പോവുകയാണ് സ്കൂളിപ്പോൾ. അങ്ങനെ മുന്നോട്ട് സ്കൂള് നയിച്ച് മാർഗദർശകമായിരുന്ന ടീച്ചറാണ് നമ്മളിൽ നിന്ന് ഇപ്പോൾ വിട വാങ്ങിയിരിക്കുന്നത്. ടീച്ചറിൻ്റെ ഈ യാത്രാ ചടങ്ങിൽ നമ്മളെല്ലാവരും നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ടെങ്കിലും വേർപാട് വേദനാജനകമാണെങ്കിലും അത് അനിവാര്യമായ കാര്യമാണ്. ഈ കുടുംബാംഗങ്ങളോടൊപ്പം
ദുഃഖത്തിൽ പങ്കുചേരുകയും അതുപോലെ തന്നെ മീനടം സെൻറ് മേരീസ് UP സ്കൂൾ കുടുംബാംഗങ്ങൾക്കുള്ള അനുശോചനം അറിയിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മേ, ടീച്ചറിനെ അനുസ്മരിച്ചുകൊണ്ട് സെൻറ് മേരീസ് UP സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക മറിയാമ്മ എബ്രഹാം ടീച്ചർ നടത്തിയ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇപ്പോൾ മണർകാട് പള്ളിയുടെ സഹവികാരിയും ഈ കുടുംബത്തിലെ അംഗവുമായ ആദരണീയനായ കാലായിൽ കുറിയാക്കോസ് അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥനകൾ നടത്തും. വന്ദനായ ജേക്കബ് ചന്ദ്രലച്ചൻ, പ്രിയ കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിശ്ചയിച്ചിരിക്കുന്നു. ഇത് അഴിവില്ലാത്തൊരു നിയമമാണ്. എന്തെന്നാൽ ഈ ഭൂമിയിൽ വെച്ച് ജീവിതത്തിൻ്റെ 2ാം ഭാഗം പൂർത്തീകരിക്കുകയാണ്. അമ്മയുടെ ഉയരത്തിലായിരിക്കുന്ന 9 മാസക്കാലവും പിന്നെ ഭൂമിയിലുള്ള ആവാസവും. എന്നാൽ ഇതിനപ്പുറത്തെ പ്രദേശത്തിലെ വാസവും കർത്താവിനോട് കൂടിയുള്ള കർത്താവിൻ്റെ എതിരേൽപ്പ് സംബന്ധിച്ച് നിത്യതയിലേക്കുള്ള മറ്റൊരു യാത്രയുമുണ്ട്. അതിനുള്ള ഒരുക്കമാണ് മരണം. അതുകൊണ്ടാണ് ഒരു ചിന്തകൻ പറഞ്ഞത്, ഡെത്ത് ഈസ് ദ ഗോൾഡൻ കീ ടു എൻ്റർ ഹെവൻ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള സ്വർണ്ണ താക്കോലാണ് മരണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണമാതൃമായി മാറ്റപ്പെടുമ്പം അത് പ്രിയപ്പെട്ടവർക്ക് ഏറെ വേദനാജനകമാണ്. എന്നാൽ മാറ്റപ്പെടുന്ന ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗീയ മാലാമാർ ആ ദൈവത്തിൻ്റെ ആത്മാവിനെ എതിരേൽക്കാൻ നിൽക്കുന്ന വലിയ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്കാണ് അത് നീങ്ങുന്നത്. പ്രിയ ടീച്ചറും ആ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമിയിലെ ക്ഷണികമായ വാസത്തിന് ദൈവം നിശ്ചയിച്ചിരുന്ന ആ താൽക്കാലികമായ കാലഘട്ടം അവസാനിച്ച് താൻ പ്രത്യാശിച്ചിരുന്ന പ്രത്യാശയുടെ തീരത്തേക്ക്, അതായത് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും എന്ന് ചേർത്തുള്ള ആ നിത്യമായ ഭവനത്തിലേക്ക് യാത്ര ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കൈപ്പണിയില്ലാത്തൊരു നിത്യഭവനം മീതെ സ്വർഗത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലത്രേ. ആ സ്വർഗീയ പൗരത്തിൻ്റെ അവകാശം വിശുദ്ധ മാമോദീസയിലൂടെ സ്വീകരിച്ച് നമുക്ക് അവിടേക്ക് പ്രവേശിക്കാനുള്ളൊരു മാർഗമാണ് മരണം എന്ന് ചിന്തിക്കുമ്പോൾ മരണത്തെക്കുറിച്ച് നമുക്ക് ദുഃഖിക്കുവാൻ ഒരവകാശമില്ല. വീണ്ടും ദർശനത്തിലംഗത്തിൽ 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും കാഹളത്തോടും പ്രധാന തോന്നിലെ അകമ്പടികൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മുമ്പേ മരിച്ചവർ ഉയർത്തി നിൽക്കും. അപ്പോൾ സ്വർഗീയമാലാമാരുടെ എതിരേൽക്കുവാൻ വരുന്നു. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ഈ പ്രിയ മാതാവും അവിടേക്ക് പ്രവേശിക്കുവാനുള്ള യാത്രയുടെ ആരംഭമാണ് ഇവിടെ കുറിക്കുന്നത്. കർത്താവ് പറഞ്ഞ്, എനിക്ക് എന്നിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. വീണ്ടും കർത്താവ് പറഞ്ഞ്, എന്നിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. കർത്താവിൻ്റെ ശരീരരക്തങ്ങളാണ് വിശുദ്ധവാൻ സ്വീകരിക്കുന്നതിന് നിത്യജീവനുണ്ട്. യോഹന്നാൻ 6:23 വാക്യങ്ങളിൽ. വീണ്ടും ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെ അനുസരിക്കുന്നതിന് നിത്യജീവനുണ്ട്. തീർച്ചയായും ഒരു പുരോഹിതൻ്റെ സഹധർമ്മിണിയായി ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോകുമ്പോൾ ആ പൗരത്വ ശുശ്രൂഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ പിന്തുണയും നൽകി. പിന്നെ പുരോഹിതൻ ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ തലേദിവസം മുതലുള്ള ഈ പുരോഹിതൻ്റെ ബലിയർപ്പണത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച്, അതോടൊപ്പം തന്നെ ദൈവഭക്തിയുള്ള ഒരു തലമുറയെ ഈ ഭൂമിയിൽ നിലനിർത്തി ഒക്കെ കടന്നു പോകുമ്പോൾ എത്രയൊരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്കാണ് പ്രിയ മാതാവ് പ്രവേശിക്കുന്നത്. മത്തായി സുവിശേഷത്തിൻ്റെ അധ്യായത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധന്മാരുടെ ചോദ്യത്തിന് മറുപടിയായി മരിച്ചവരുടെ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, മരിച്ചവർ സ്വർഗത്തിൽ മാലാഹമാരെ പോലെയാകുന്നു. തീർച്ചയായിട്ടും മാലാഹമാർ പറന്നുല്ലസിക്കുന്ന ആ വാസ്തവത്തിലേക്കാണ് പ്രിയ മാതാവും കടന്നു പോകുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ ഇവരുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത് നിത്യസന്തോഷത്തിൻ്റെ അനുഭവത്തിൽ ആ ചെറുകൾക്ക് കൂടുതൽ ശക്തി ലഭിക്കുവാനാണ് നാം പ്രാർത്ഥിക്കുന്നത്. എന്ന് മാത്രമല്ല, ശരീരത്തോടെ ഇരുന്നപ്പോൾ ജീവിതത്തിൽ അവശേഷിക്കുന്ന ഏതെങ്കിലും പാപങ്ങളെക്കുറിച്ച് അനുഭവിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ആ പാപത്തിന് വിടുതൽ ലഭിക്കുവാനും കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വീണ്ടും ദാനിയേൽ പ്രവചനം 12:13 ദാനിയേലിനോട് യഹോവയായ ദൈവം പറയാണ്, ദാനിയേലേ, നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. വലിയ പ്രത്യാശയുടെ ഒരു സന്ദേശമാണത്. ഈ ഭൂമിയിൽ വെച്ച് തീരുന്നതല്ല, കാലാവസ്ഥാനത്തിൽ എഴുന്നേറ്റ് വരുന്ന ഒരു ജീവിതമാണ് ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ഉള്ളത് എന്ന്
വ്യക്തമായി തിരുവചനം ഓർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും കർത്താവ് താൻ ഗംഭീരനാഥത്തോടെ കാഹളനാഥത്തോടെ എഴുന്നള്ളി വരുമ്പോൾ ആ ശബ്ദം കേട്ട് ക്രിസ്തുവിൽ മുമ്പേ മരിച്ചവർ എഴുന്നേൽക്കുന്ന ഗണത്തോടെ ഈ പ്രിയ മാതാവും ചേർക്കപ്പെട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മണ്ണാട് പ്രദേശത്തെ കുറഞ്ഞങ്ങാട്ടിൽ നിന്ന് വന്ന് താമസമുറപ്പിച്ച വെട്ടിക്കുന്നൽ കുടുംബത്തിലെ കാലായിൽ ഷാഹിയിൽ നിന്നും ഹൈറേഞ്ച് പ്രദേശത്തേക്ക് കുടിയേറിയ ഒരു കുടുംബം വീണ്ടും പാമ്പാടിയിൽ വന്ന് പടിഞ്ഞാറക്കാലയിലായ മാട്ടയിൽ എന്ന പേരിൽ അവിടെ താമസിച്ചു. ആ കുടുംബത്തിൽ നിന്നാണ് കക്കാട്ടേക്ക് വച്ചൻ വന്നു ചേരുന്നത്. തീർച്ചയായിട്ടും വെട്ടിക്കുന്നൽ കുടുംബയോഗത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ കുടുംബം നൽകിയ പിന്തുണയും സഹകരണവും വിസ്മരിക്കാവുന്നതല്ല. പ്രിയ കക്കാട്ട് ജേക്കി ബച്ചൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിൻ്റെ തൊട്ട ദിവസം ദേവാലയത്തിൽ മറേന്ദ്രസ്വാമിയുടെ സാത്ത് പെരുന്നാൾ സംബന്ധിക്കാൻ വന്നു. അവിടെ വിരിച്ചിട്ടിരിക്കുന്ന കബറിങ്കിൽ പ്രാർത്ഥിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ വൈദ്യയോഗം കൊണ്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോയി. തിരികെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം വെച്ചാൽ ആ വിരിച്ചിട്ടിരിക്കുന്ന ബാബായുടെ സ്മരണ പുതുക്കുന്ന വിരിയുടെ അവിടെ നിന്ന് മുട്ടയിൽ നിന്ന് ദീർഘനേരം പ്രാർത്ഥിച്ചിട്ടാണ് പോരുന്നത്. അന്ന് രാത്രിയാണല്ലോ ഇവിടെ നിന്നും നിത്യതയിലേക്ക് മാറ്റപ്പെടുന്നത്. ആ കുടുംബത്തോടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളുള്ള മറേന്ദ്രസ്വാമിയുടെ ഭക്തി ഇതൊക്കെ അച്ഛൻ്റെ ഹൃദയത്തിൽ ഏറെ നിറഞ്ഞു നിന്നിരുന്നു. പ്രിയ ടീച്ചറും അക്കാര്യത്തിൽ ഞങ്ങളോട്, പ്രത്യേകിച്ച് സ്കൂളിൻ്റെ മാനേജർ പ്രിയപ്പെട്ട സ്കറിയ ജയ്ക്കു സാറും പ്രിയ സഹോദരിമാരായ ടീച്ചർമാരും ഈ കുടുംബാംഗങ്ങളെല്ലാം വെട്ടിക്കുന്ന കുടുംബത്തിൽ കാണിക്കുന്ന സ്നേഹത്തിനും അതിനും ഇന്നും ഞങ്ങൾ കടപ്പാടുണ്ട്. ഏറെ അത് ഞങ്ങളെ സ്മരിക്കുന്നു. വെട്ടിക്കുന്ന കുടുംബയോഗത്തിൻ്റെ പ്രത്യേകമായ അനുശോചനം മുന്നമേ ഞാൻ അറിയിക്കുന്നു. ഇപ്പോൾ കുടുംബയോഗത്തിൻ്റെ പ്രതിനിധികളെ പിന്നാലെ എത്തുന്നുണ്ട്. അവർ അനുസ്മരണം നിർവഹിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നാൾ നിൽക്കണമിവൾ വലഭാഗത്തിൽ. നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മെശിഹാ രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും ചൊരിയപ്പെടുമാറാകണമേ. ആമീൻ. മരണമുള്ളവരെ പാപങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ശരീരപ്രകാരം മരണം ലഭിച്ച മൊത്തവനും മരണമില്ലാത്തതിനായുള്ളവയെ നിന്റെ കരുണയുടെ പ്രത്യാശ നശ്വരമായ ലോകത്തിലേക്ക് യാത്രയായിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ദാസിക്ക് ആത്മീയമായ പൂർണ്ണാശ്വാസം നൽകണമേ. നിന്റെ രാജ്യത്തിൽ വരുന്ന തോഴന്മാരുടെ ദാസി ഇരുത്തണമേ. ജീവനവും ജീവൻ നൽകുന്നതായ പ്രതിസ്ഥാപനമായ ഏകദൈവമേ, നിമുത്തവനും മനുഷ്യനെ ഉള്ളവനുമാകുന്നുവല്ലോ. നിനക്കെന്നേക്കും സ്നേഹവാനും ആരാധന യോഗ്യമാകുന്നു. വശോ വറ്റുകനാഥന് എന്നാത്മാവേ കാലേലുയ്യ. ഓർക്കുക തൽ പ്രതിദാനങ്ങൾ നാശമൊഴിച്ചവനം ചെയ്യും. ഹാലേലൂയ. വേദനകൾക്കേകും ശമനം
ബാറക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുന്നോൻ എന്നിൽ അമർന്നിടും അവനിൽ താൻ ഞാനും അമർന്നിടും അവസാനം. ജീവൻ ഞാനവനെ കിടുമെൻ ഓതിയ നിൻമൊഴി നിറവേറ്റാൻ വിശ്വാസമെഴും മൃതലോകം നിൻവരവിൻ ദിവസത്തിനായി നോക്കി പാർക്കുന്നേ നാഥ. നിൻ പ്രത്യാശയിൽ നിദ്രിതര നിന്നടിയാരെ കർത്താവേ കൃപയാൽ ജീവിപ്പിക്കേണം. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രമേയം പൂഴ്ചയും മാഞ്ഞു പോകാത്തതായ സകല ഉന്നതിയും ഇടപെടാ സ്വാതന്ത്ര്യം കയറ്റുവാൻ ഞങ്ങൾ യോഗ്യനായി തീരണമേ. നാശത്തോടെ വിതയ്ക്കപ്പെടുന്ന മരിച്ചവരെ നാശം കൂടാതെ ഉയർപ്പിക്കുകയും അപമാനത്തിൽ നിന്ന് വിതയ്ക്കപ്പെടുന്നവരെയും മഹത്വത്തോടെ ജീവിക്കുകയും ചെതറിയിരിക്കുന്നവരെയും ബലഹീനതയുള്ളവരെയുമായ അസ്ഥികളെ ശക്തീകരിപ്പിക്കുകയും ജടികമായ ശരീരങ്ങൾക്ക് ആത്മീയമായ അവസ്ഥ നൽകുകയും ചെയ്തതിനായി ഞാനുള്ള സൃഷ്ടാവും സ്ഥിരതയോടെ നവീകരിക്കുന്നവനും ആയ തന്നെ നാം ഓർത്തുബോധ്യപ്പെടുത്തണം. തനിക്ക് മരണാനന്ത സൃഷ്ടിയുടെ സമയത്തും ചിലവരുന്ന നാളുകളും കാലങ്ങളും നേരങ്ങളും സമയങ്ങളിലും ഞങ്ങളെ ആയുസ്സിന് നമുക്കതിനും സ്തുതി ഭഗവാനും ആരാധന യോഗ്യമാകുന്നു. ഞങ്ങളുടെ കരുണയുള്ള നാഥനാകുന്ന യേശുമിശിഹാ, നീ ഉദിക്കുകയും സ്വർഗമേങ്ങൾ നാഗനാകുകയും ഗബ്രിയേലും മിഖായേലും തിരുമുമ്പാകെ കാഹളങ്ങൾ ഇടർക്കുകയും പാറകൾ വളരുകയും കബറുകൾ പൊളിയും മരച്ചു പ്രദാനം ചെയ്യുകയും സൂര്യനന്ധകാരപ്പെടുകയും ചന്ദ്രൻ മറയും നക്ഷത്രങ്ങൾ പ്രകാശിതമായി ഭവിക്കുകയും ലോകമെന്ന് വിച്ഛേദിക്കപ്പെടുകയും സൃഷ്ടിയുടെ കെട്ടുമുറിക്കപ്പെടുകയും ഭൂമി ശൂന്യമായി തീരുകയും ആകാശം ചുറ്റിമാറ്റപ്പെടുകയും ചെയ്യുന്ന ഭയങ്കര സമയത്ത് അന്ത്യന്യായയുടെ നേരത്തെ നിന്റെ ദാസിന് ദയവ് തോന്നണമേ. അവരുടെ ന്യായവിസ്താരത്തിന് നീ തുനിയരുത് എന്നാൽ നീ ഉത്തമനും ദാനങ്ങൾ സമർത്ഥന സ്നേഹവളനാകുന്നുവല്ലോ. നിനക്ക് നിന്റെ ദാവിന് പരിശുദ്ധമാക്കി ഞങ്ങളുടെ ദാസിനെ സ്തോത്രം കേട്ടുന്നു. പശുബക്കുലസ്മാലവൻ കാവൽ മക്കളപ്പൻ ചെയ്ത പോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുടെ നാളുകളഹോ ഹാലേലൂയ. പോക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയെ നിൻ ജീവസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി സ്തൗമൻ കാലോസ് കുറിയേലായി സൂൻ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതര ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവരുയരോടെ എഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. പാർക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ച് എന്റെ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ. എന്നും അവൻ ജീവിപ്പാൻ അങ്ങേ തേട്ടു മരിച്ചതു ഞാൻ. എന്നും കർത്താവ് തന്നരുളിനു മഹത്വം മുറിയോറാകന്മേലൈനുവതാറേ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലമാക്കണമേ. കർത്താവേ നിന്റെ ആശ്രയത്തെ കുറിച്ച് അബ്രാഹാമിന്റെ ഇസാഖിന്റെ യാക്കോബിന്റെ മടിയിലവരെ പാർപ്പിക്കണമേ. വന്നവനും വരുന്നവനും മരിച്ചവരെ അനുകൂലമാക്കുന്നവനും വയൽ വാഴ്ത്തപ്പെട്ടവനാകുന്ന ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് വിളിച്ച് പറയുമാറാകണമേ. ആമീൻ. ഭവനത്തിൽ വന്ന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ കുടുംബാംഗം കൂടിയായ കാലായിൽ ആദരണീയനായ കുറിയാക്കോസ് അച്ഛനോടും അതുപോലെ കൊച്ചമ്മയുടെ എത്തിയിട്ടുണ്ട്. അവരോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇപ്പോൾ മണർകാട് സെൻറ് മേരീസ് കത്തീഡ്രലിൻ്റെ സഹവികാരിയായിരിക്കുന്ന ആദരണീയനായ കറുകയിൽ കുറിയാക്കോസ് കോർപ്പിസ്കോപ്പ അച്ഛനും അതുപോലെ കോട്ടയം ഭദ്രാസനത്തിലെ ആദരണീയനായ തോമസ് ശ്രീ സക്കറിയ അച്ഛനും ചേർന്ന് പ്രാർത്ഥനകൾ നടത്തും.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സംസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് നമസ്യ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോ നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടങ്ങളെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും എന്നേകതനങ്ങളാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. വാഴ്ത്തപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമേൻ. പ്രാപിച്ചുകൊണ്ട് നിന്റെ കൽപ്പനപ്രകാരം ഇവരിൽ നിന്ന് നിർവാഹിച്ചിരിക്കുന്ന ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സ്യക്കാർ വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നും ഇവരെ സംരക്ഷിച്ച നീതിവാന്മാരുടെ രക്ഷാസാധ്യത നീ ഒരുവാനിടയാകണമേ. സംരക്ഷകനാത്മാവാ ദേവാ പകലും തിരുമുമ്പിൽ കേണേൻ സൗഭാഗ്യം നിങ്ങൾക്കുദ്ധാനത്തിൻ നാളിൽ കൊണ്ടോരുയിരിൻ തിരുമയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗേ. നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയുമില്ല ഇപ്പോഴും ഇടപെടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ബാറക്മോർ ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചുപോരുടെ ഏർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിനെ സ്തുതി. തൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യുക്തമാകുന്നു. ആദ്യന്തമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിൻ്റെയും സൃഷ്ടാവും ലോകത്തെയും അതിൻ്റെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നുവല്ലോ. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് ഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളയുവാനും മനുഷ്യസംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹായ എന്ന നിന്റെ വത്സലപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു.
കർത്താധികർത്താവും ഇരു ലോകങ്ങൾക്കും അധികാരിയുമായുള്ളവേ, താൽക്കാലിക ജീവിതമാകുന്ന ഈ പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട യാത്രയായിരിക്കുന്ന നിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്നവരായ സമാധാന മാലാഖമാർ മൂലം നിന്റെ ദാസിയുടെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്ന് അവളുടെ ആത്മാവിനെ രക്ഷിച്ച് ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വിടുർത്തണമേ. തിരുനാമഭക്തരും തിരഹിതമാചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലെയുള്ള സേനകൾ നിന്റെ മകൾക്കും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവളുടെ പാപങ്ങൾ പരിപൂർണമായി പരിഹരിക്കുകയും ഇവളുടെ പിഴകളെ നിന്റെ ദയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവളുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലതുകരം ഇവൾക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഇവളെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവളെ സഹായിക്കണമേ. പിശാചുക്കളുടെ ഭയങ്കരമായ ഇവിടങ്ങളിൽ നിന്ന് ഇവളെ രക്ഷിച്ചു കൊള്ളണമേ. ഇവളുടെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കവണ്ണം ഇവളെ വിധിക്കരുതേ. തിരുസന്നിധിയിൽ സകലരും കുറ്റക്കാർ തന്നെയാകുന്നുവല്ലോ. കർത്താവെ, ഞങ്ങളുടെ സ്വാഭാവിക ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ നിന്റെ നാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളിലും നിന്റെ ദാസിയിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകജാതന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കണമേ. നിന്റെ കൃപയും കരുണയും ഇവളുടെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൾ വിശ്വസിച്ചതായ ജയമുള്ള സ്ലീബ ഇവൾക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തൻ്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോകത്തക്കവണ്ണം നിന്റെ കരുണ ഇവളിൽ ഉണ്ടാകണമേ. കർത്താവേ, തിരുനാമ ഭക്തന്മാർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിലെത്തുന്നതുവരെ നിന്റെ ഈ ദാസിക്ക് കോട്ടയമനിയായും കാവൽക്കാരനും സഹായമായിരിക്കണമേ. അവിടെ ആദ്യന്തമില്ലാത്തതായ നിന്റെ മഹിമയിൽ ഇവൾ ആനന്ദിക്കണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് സകല ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവൾക്ക് സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുമാറാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവദനരായിരിക്കുന്നവർക്ക് മുഖപ്രസാദം നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവൻ്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നു കൊണ്ട് അവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കൊള്ളണമേ. ദൈവമേ, നിന്റെ മിശിഹായിലുള്ള പ്രത്യാശയിൽ മുമ്പ് കൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ നിന്റെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്നതിൻ്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്ന മുഖങ്ങളോടുകൂടി എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവെ, മുമ്പ് കൂട്ടി നിദ്ര പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും നിന്റെ കർത്തൃത്വത്തിൻ്റെ ദാസരുമായി ഞങ്ങളെല്ലാവരും ആദ്യന്തമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധ റൂഹായും സ്തുതിച്ചു പുകഴ്ത്തുവാൻ യോഗ്യരാക്കിത്തീരണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ആമീൻ. ഹല്ലേലൂയ. പുകുന്ന വയലിൽ പൂച്ചെടി പോലെ പാറിക്കുമോ ഒരു ദാസിയ നിൻ ജീവാശ്രമതുണർത്തണമേ. കബറീനുദ്യാനത്തിനായി സ്തോമൻ കാലോസ് കുറിയേലായി സോൻ പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പിച്ച് അണിയണം നിന്നെ നോക്കും അവരിൽ കാന്തി പാർക്കുമോ. എഴുന്നള്ളും രാജാ മുകിലഴകിന്മേലാഘോഷിതനായിടുന്നു. നാദം കേട്ടിട്ട് അങ്ങെതിരേൽപ്പാനായി പോയിടുന്നു. ബാറക്കിനോർ
മഹാകാരുണ്യവാനായ ദൈവമായ കർത്താവേ, അവിടുത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരണനിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ നിനക്കണച്ചതായ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് പാപപരിഹാരത്തിനും മോചനത്തിനും തിരുസന്നിധിയിലുള്ള മുഖപ്രസന്നതയ്ക്കും അവിടുത്തെ ദാസി അർഹയാക്കുകയും ചെയ്യണമേ. മോറൻ വാലോഹാൻ ലെവൽ മേ. അനുകൂലത്തിന് ദിവസം പ്രതിഷ്ഠിനെ ബുധനാക്കി അനുകൂലമാക്കണമേ. കർത്താവിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ച് നിന്റെ നോക്കി പാർക്കുന്ന മരിച്ചവരെ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെ ഇസാഖിന്റെ യാക്കോബിന്റെ മടിയിൽ നീ അവരെ പാർപ്പിക്കണമേ. വന്നവനും മരുതവനും മരിച്ചവരെ അനുകൂലമാക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശരീരങ്ങൾ ആത്മാക്കളും ശരിയായിട്ട് നിലവിളിച്ച് പറയുമാറാകണമേ. ആമേൻ. ദാസിയുടെ ആത്മാവോടും കൂടെ ഇന്ന് നാളും ഉണ്ടായി മാറാകട്ടെ. ആമേൻ. ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ വന്യ കറുകയിൽ കുര്യാക്കോസ് ഓർപ്പിസ്കോപ്പ അച്ഛനോടും അതുപോലെ ഞാലിയാകുഴിമാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി വികാരി ആദരണീയനായ തോമസ് പി സക്കറിയ അച്ഛനോടും കാലായിൽ കുര്യാക്കോസ് അച്ഛനോടുമുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇപ്പോൾ പാമ്പാടി ദേറായുടെ മാനേജർ ബഹുമാനപ്പെട്ട അനൂപ് എബ്രഹാം അച്ഛനും അതുപോലെ BMM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ആദരണീയനായ റെജി എബ്രഹാം അച്ഛൻ, ഇവിടുത്തെ അധ്യാപകൻ കൂടിയായ ബഹുമാനപ്പെട്ട മഞ്ജു ജോൺ അച്ഛൻ എന്നിവർ ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. ഇപ്പോൾ പാമ്പാടി ദേറ മാനേജർ ആദരണീയനായ അനൂപ് എബ്രഹാം അച്ഛൻ അല്പസമയം സ്വാന്തന വാക്കുകൾ നമ്മളോട് അറിയിക്കും. ഇത്രയും മുന്നേറായിരിക്കുന്ന ഓർപ്പിസ്കോപ്പ അച്ഛൻ, വൈദിക ശ്രേഷ്ഠരെയും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന ഈ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ഓർപ്പിക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ നൽകുന്ന വലിയൊരു സാക്ഷ്യമുണ്ട്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്നുള്ള സാക്ഷ്യം തൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ. ക്രിസ്തുവിൽ ജീവിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ മരണകരം അത് ലാഭകരമായി തീരത്തുള്ളൂ. നമ്മുടെ മരണം എപ്പോഴും ലാഭകരമായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതയാത്രകളിൽ ക്രിസ്തുവിനോടൊപ്പം ആയിത്തീരണമെന്നുള്ളത് യഥാർത്ഥമായൊരു വസ്തുതയാണ്. ആ ക്രിസ്തുവിൽ പൂർണ്ണ ആശ്രയത്തോടുകൂടെ തൻ്റെ ജീവിതം നയിക്കുകയും ദൈവസന്നിധിയിലേക്ക് ശാന്തമായി കടന്നു പോവുകയും ചെയ്തിരിക്കുന്ന ഈ മാതാവ് പ്രത്യേകിച്ച് തങ്ങളുടെ ജീവിതത്തിലും ഉള്ളതേണം ആ ഒരു സാക്ഷ്യം നിലനിർത്തുകയുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഈ മുറിയിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദ്യഭാഗം, നിർമ്മലിൽ കനിയും നിർമ്മലനാം ദേവ ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശിവ നമസ്കാരത്തിലെ വ്യാഴാഴ്ച സന്ധ്യയിലുള്ള കോലയിലെ ഒരു ഭാഗമാണ്. അതുപോലെ ആ പാട്ടിന് അനുവർത്തമായ രീതിയിൽ തങ്ങളുടെ ജീവിതത്തിൽ നിർമ്മലമായൊരു ഹൃദയത്തിൻ്റെ ഉടമയായി തീർന്നുകൊണ്ട് ശാന്തമായി നിഷ്കളങ്കമായി ജീവിതത്തെ നയിക്കുകയും ദൈവസന്നിധിയിലേക്ക് കടന്നു പോവുകയും ചെയ്ത ഈ മാതാവ് നിരവധി അവസരങ്ങൾ ഇവിടെ കടന്നു വരുവാനും മാതാവിനെ കാണുവാനും തക്കവണ്ണമൊക്കെ ഇടയായിട്ടുണ്ട്. രോഗാവസ്ഥയിലാകുമ്പോഴും പ്രത്യാശപൂർവ്വം തങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് നയിച്ചു. എപ്പോഴും പ്രത്യാശയോടുകൂടി നിൽക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവം നൽകിയിരിക്കുന്ന ആയുസ് ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം വിളിക്കുമ്പോൾ കടന്നു പോകുവാൻ തക്കവണ്ണം ഒരുക്കത്തോടുകൂടെ ആയിരിക്കുവാൻ തക്കവണ്ണം ഈ മാതാവ് എപ്പോഴും ശ്രദ്ധിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് പ്രത്യേകമായി മക്കൾ ഈ മാതാവിനെ പരിചരിക്കുകയും ആവശ്യമായ ശുശ്രൂഷകളൊക്കെ നൽകുകയും ചെയ്തത് നേരിട്ട് കാണുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അത് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ തൻ്റെ ഭർത്താവായിരിക്കുന്ന കക്കാട്ട് അച്ഛനോടൊപ്പം തന്നെ ചോടോട് ചോട് നിന്ന് കൂടെ പ്രവർത്തിക്കുകയും എല്ലാ കാര്യത്തിലും പിന്തുണ നൽകുകയും ചെയ്തു. പ്രത്യേകിച്ച് പാമ്പാടി ദേറയുടെ എല്ലാ വളർച്ചയ്ക്കും കുടുംബം നൽകിയിരിക്കുന്ന വലിയൊരു കൈത്താങ്ങലുണ്ട്. അത് ഒരിക്കലും വിസ്മരിക്കുവാൻ സാധിക്കത്തില്ല. അച്ഛൻ ഉൾപ്പെടുന്ന ഈ കുടുംബം വലിയൊരു കൈത്താങ്ങൽ ദേറായുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വലിയൊരു സഹായമായിരുന്നു, ഒരു പിന്താങ്ങായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ അനുസ്മരണമായി അവിടെ നിന്ന് എല്ലാവരും തക്കവണ്ണം ഇവിടെ കടന്നു വരുവാനും ഈ മാതാവിൻ്റെ വേർപാടിൽ അനുശോചനം അറിയിക്കുവാൻ തക്കവണ്ണം എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് BMM സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട റെജി ഇബ്രഹാം സാറും ഇവിടുത്തെ അധ്യാപകരും ബഹുമാനപ്പെട്ട മഞ്ജു അച്ഛൻ ഉൾപ്പെടെയുള്ള അധ്യാപകരും എല്ലാവരും തന്നെ ഇവിടെ കടന്നു വരുവാൻ തക്കവണ്ണം ഇവിടെയാകുകയും
പ്രത്യേകിച്ച് മാതാവിൻ്റെ ഈ യാത്രയിൽ എല്ലാ മംഗളങ്ങളും നേരുവാൻ ഇടയാകുകയും ചെയ്തു. ഈ മാതാവിൻ്റെ ആത്മാവിനെ ദൈവം ഇരുകൈകളിൽ സ്വീകരിച്ച് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ഇടയിൽ വിശ്രമിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും പറുദീസയിലെ അവകാശത്തോടു കൂടെ സ്വസ്ഥമായും ശാന്തമായും ഇനിയുള്ള യാത്രയിൽ ദൈവം തമ്പുരാൻ വഴി നടത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പാമ്പാടി ദേറാടെയും അനുബന്ധമായ സ്ഥാപനങ്ങളെ പ്രത്യേകിച്ച് BMM സ്കൂളിൻ്റെയും എല്ലാ യാത്രാമംഗളും നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുസ്മരണ വാക്കുകൾ നൽകി സ്വാതന്ത്ര്യം നൽകിയ പാമ്പാടി ദേറായുടെ മാനേജർ ആദരണീയനായ അനൂപ് എബ്രഹാം അച്ഛനോടും BMM ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ആദരണീയനായ റെജി എബ്രഹാം സാറിനോടും മറ്റധ്യാപകരോടും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മഞ്ജു ജോൺ അച്ഛനോടും ഒക്കെയുള്ള പ്രത്യേകമായ BMM സ്കൂൾ കുടുംബത്തോടുള്ള പ്രത്യേക നന്ദി ഈ കുടുംബത്തിന് വേണ്ടി പ്രകാശിപ്പിക്കും. പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ഈനിടം സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ 2 പ്രാർത്ഥനായോഗങ്ങളാണ് ഉള്ളത്. മാർ ഗ്രിഗോറിയോസ് പ്രാർത്ഥനായോഗം പറുതലമറ്റം ഭാഗത്തുള്ള പ്രാർത്ഥനായോഗത്തിൻ്റെ ഭാരവാഹികൾ പ്രിയപ്പെട്ട വർഗീസ് സാറും അതുപോലെ പ്രിയപ്പെട്ട PS തോമസ് സാറും ചേർന്ന് ആ പ്രാർത്ഥനായോഗത്തിന് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ജീവനത്തിൽ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൽ മൂടി പോലെ കൂശിൻ നിറം മാത്രം മതി. ഉള്ളിലെനിക്കെന്തു സുഖം തേജസ്സേറും കേരുബികൾ കൂടാരത്തിനകത്തുണ്ട്, ഷേക്കൈനായും ഉണ്ടവിടെ. ഈ മാതാവിൻ്റെ മകൻ മോഹൻ സാറിൻ്റെ
സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പ്രവർത്തകർ ചേർന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ച് മൃതശരീരത്തിൽ ഇപ്പോൾ പൂക്കൾ സമർപ്പിച്ചു. അതുപോലെ ഗ്രീൻ ലീഫ് റെസിഡൻസ് അസോസിയേഷന് വേണ്ടി അതിൻ്റെ പ്രവർത്തകർ, ഭാരവാഹികൾ, ബഹുമാനപ്പെട്ട പാറയ്ക്കൽ കുഞ്ചാൻ്റെ നേതൃത്വത്തിൽ, പ്രസിഡന്റ് പാറയ്ക്കൽ PA ജോസഫ് കുഞ്ചാൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പൂക്കൾ സമർപ്പിക്കും. ഇവരോടുള്ള പ്രത്യേകമായ നന്ദി കുടുംബത്തിന് വേണ്ടി അറിയിക്കുകയും ചെയ്യും. യാഗപീഠമവനത്രേ എന്നും നിന്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വെച്ചിട്ടുള്ള പിത്തള തൊട്ടിയുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധം ആനന്ദക്കൂട്ടരെ കാണുന്നല്ലോ. ആമോദത്താൽ തിങ്ങിയ ആശ്ചര്യമോടവ